സേലത്തെയും വില്ലുപുരത്തെയും ആശുപത്രികൾ എന്നിവിടങ്ങളിലായാണ് ദുരന്തത്തിനിടയായവർ ചികിത്സ തേടിയിരിക്കുന്നത്. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യം സ്റ്റേ ചെയ്യണമെന്ന ഇഡിയുടെ ഹർജിയിൽ ഡൽഹി ഹൈക്കോടതിയിൽ വാദം തുടരുന്നു. ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്നത് ജാമ്യത്തിന് കാരണമല്ലെന്ന് ഇഡി ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, ഇഡിയുടെ ഹർജിയിൽ ഹൈക്കോടതിയിൽ വാദം തുടരുകയാണ്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും കെജ്രിവാളിന്റെ ജാമ്യം സ്റ്റേ ചെയ്യണമെന്ന ഇഡിയുടെ ഹർജിയിൽ ഡൽഹി ഹൈക്കോടതിയിൽ വാദം തുടരുകയാണ്. ശക്തമായ വാദങ്ങളാണ് ഇഡി ഉന്നയിക്കുന്നത്. ഭരണഘടനാ പദവിയിലിരിക്കുന്നത് ജാമ്യത്തിന് കാരണമല്ലെന്നാണ് ഇഡി പ്രധാനമായും വാദിക്കുന്നത്. അതോടൊപ്പം തന്നെ വ്യക്തിപരമായും ആം ആദ്മി കൺവീനർ എന്ന നിലയിലും കെജ്രിവാൾ കുറ്റക്കാരനാണെന്നും ഇഡി ശക്തമായി വാദം ഉന്നയിക്കുന്നു. കഴിഞ്ഞ ദിവസം കെജ്രിവാളിന് ജാമ്യം നൽകിയിരുന്നു ഡൽഹിയിലെ റോസ് അവന്യൂ കോടതി. അതിന് എതിരെയാണ് അടിയന്തരമായി ഇഡി ഹർജി ഫയൽ ചെയ്തത്. ഇഡിയുടെ വാദം കേട്ടിട്ടില്ല എന്ന കാരണം മുൻനിർത്തിയാണ് ഇഡി ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത്. കെജ്രിവാൾ ഇറങ്ങുന്നതിന് അല്പസമയം മുമ്പാണ് ഈ ജാമ്യം നൽകിയ ഉത്തരവ് സ്റ്റേ ചെയ്യുന്നത്. തുടർന്നാണ് അടിയന്തരവാദം കേൾക്കാനായി അവധിക്കാല ബെഞ്ചാണ് ഡൽഹി ഹൈക്കോടതിയുടെ അവധിക്കാല ബെഞ്ചാണ് അടിയന്തരവാദം കേൾക്കുന്നത്. ഇതിൽ ഏറ്റവും രൂക്ഷമായി പ്രധാനമായും കെജ്രിവാളിന്റെ വാദമെന്ന് പറയുന്നത് കേസിന് പിന്നിൽ രാഷ്ട്രീയ വിരോധമാണ് എന്നൊരു കാരണമാണ് കെജ്രിവാളിന്റെ അഭിഭാഷകനായ മനു അഭിഷേക് സിംഗ്വി പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഇഡി പക്ഷപാതപരമായാണ് പെരുമാറുന്നതെന്നും പറയുന്നു. കൂടാതെ നിയമം മറികടക്കാനുള്ള ശ്രമമെന്നും മനു അഭിഷേക് സിംഗ്വി പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നു. ആ രീതിയിലാണ് അവിടെ വാദം നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ കെജ്രിവാളിന് ജാമ്യം നൽകിയ അതിലെ പ്രധാനമായ ജാമ്യ ഉത്തരവിലെ വിശദാംശങ്ങളും പുറത്തു വന്നു. നേരിട്ട് ഈ കേസുമായി ബന്ധിപ്പിക്കുന്ന ഒരു തെളിവും കെജ്രിവാളിനെതിരെ തെളിവുകളില്ലെന്നാണ് പ്രധാനമായും ആ ജാമ്യ ഹർജിയിൽ പറയുന്നത്. ഒരു തെളിവുകളും, അതായത് കെജ്രിവാളിന് ഈ മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് ബന്ധമുണ്ടെന്ന് നേരിട്ട് സ്ഥാപിക്കുന്ന ഒരു തെളിവുകളും കണ്ടെത്താനായില്ല എന്നാണ് പ്രധാനമായും ആ ജാമ്യ ഉത്തരവിൽ പറയുന്നത്. കൂടാതെ ആ രീതിയിൽ രൂക്ഷമായ വിമർശനവും ഇഡിക്കെതിരെ കോടതി ഉന്നയിക്കുന്നുണ്ട്. ആ രീതിയിലാണ് ഇന്നലെ ജാമ്യ ഉത്തരവ് വന്നത്. എന്തായാലും ജാമ്യം ലഭിച്ചു. 1,00,000 രൂപ കെട്ടിവെക്കണമെന്ന ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യം അനുവദിച്ചത്. അതിനെതിരെ ഇഡിയുടെ വാദം കേട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ഹർജി സ്റ്റേ ചെയ്യണമെന്ന ആവശ്യമായി ഇഡി കോടതിയെ സമീപിക്കുന്നത്. തുടർന്നാണ് ജാമ്യം സ്റ്റേ ചെയ്യുന്നത്. അതായത് ഇഡിയുടെ ഹർജി പരിഗണിക്കുന്നതുവരെ ജാമ്യം സ്റ്റേ ചെയ്യണമെന്ന ഒരു ഉത്തരവ് വരുന്നത്. തുടർന്നാണ് ഡൽഹി ഹൈക്കോടതിയുടെ അവധിക്കാല ബെഞ്ച് ഈ ഇഡിയുടെ വാദം കേൾക്കാനായി തയ്യാറാവുന്നത്. തുടർന്ന് ഇന്ന് വാദം തുടരുകയായിരുന്നു. എന്തായാലും നിലവിൽ അവിടെ വാദം തുടരുകയാണ്. ആദ്യം ഇഡിയുടെ വാദം കോടതി കേൾക്കുകയുണ്ടായി. തുടർന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് കെജ്രിവാളിന്റെ ഭാഗം ഇപ്പോൾ കോടതി കേൾക്കുന്നത്. വൃന്ദ, ശരി, വ്യക്തമാണ്. +1 സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധം കടുപ്പിച്ച് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ. കോഴിക്കോടും മലപ്പുറത്തും MSF പ്രവർത്തകർ RDD ഓഫീസ് ഉപരോധിച്ചു. രണ്ടിടത്തും പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി.